ഓക്കേടാ, ഞാൻ എന്തായാലും കോഴ്സ് റെഫർ ചെയ്ത് ഞാൻ അയച്ചു തരാം. അപ്പൊ നോക്കിയിട്ട് നീ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കട്ടോ. ഓക്കെ, ശരി എന്നാ. മഞ്ജു, ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റുഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പെർസെന്റേജും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. 49% മാർക്കുള്ളൂ. ഇപ്പോൾ പഠിച്ചതാണെങ്കിൽ ഇവൻ കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഡിസൈൻ പാഷൻ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ അവൻ അതായിട്ട് റിലേറ്റഡ് ഒരു കോഴ്സാണ് അവന് വേണ്ടത്. അപ്പോൾ പെർസെന്റേജും കുറവാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷൻ എന്താ കൊടുക്കാൻ പറ്റുന്നത്? എനിക്കാണെങ്കിൽ ഇവനെ സഹായിച്ചാൽ കൊള്ളാറുണ്ട്. അവന് അത്യാവശ്യം മോട്ടിവേഷൻ കാര്യങ്ങളുണ്ടപ്പോൾ സഹായിച്ചാൽ കൊള്ളാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും നന്നായിട്ട്? അതിനെന്താ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ജർമ്മനിയിലെ BSc ഗെയിം ഡിസൈനിങ് ഇല്ലേ, ഫീസ് ഒരു 9 ലക്ഷം വരുന്നുള്ളൂ. അവന്റെ പാഷൻ പെർസ്യൂ ചെയ്യട്ടെ. എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ റെഡിയാക്കി തരാൻ പറയാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാം അവനെ. അതുകൊണ്ടല്ല, എന്നാൽ പിന്നെ ഞാൻ അവനോട് വിളിച്ച് പറയാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രൊഫൈൽ കൂടി വന്നിട്ടുണ്ട്. അത് ജർമ്മനിയാണ്. അതിന് IELTS സ്കോർ കുറവാണ്, 5.5 സ്കോർ ഉള്ളൂ. അതിന് ഏതായിരിക്കും ഒരു ഓപ്ഷൻ? ഉണ്ടല്ലോ, ഗെയിം ഡിസൈൻ മാനേജ്മെന്റ്, ലീഡർഷിപ്പ് മാനേജ്മെന്റ്, ഫാഷൻ മാനേജ്മെന്റ്, മീഡിയ മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ട് ഇവിടെ. അത് പൊളിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അവനെ വിളിച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ അവൻ എന്തായാലും ഹാപ്പി ആവും. ഓക്കെ. ഹലോ. ശരത്ത്, ഇത് ഗ്ലോബൽ സ്പേസിൽ നിന്നായിരുന്നേ, അശ്വിനാണ്.